അപ്പോൾ നമുക്ക് പോകണ ട്രാം വന്നു കഴിഞ്ഞു. നമ്മൾ ട്രാമിലേക്ക് കയറാട്ടോ. കയറി വെച്ച് കയറി. നമ്മൾ ട്രെയിനിൽ കയറി ജസ്റ്റ് സ്റ്റാർട്ടായി. അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടി അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു ട്രാമ് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കാം അടുത്ത കണക്ഷൻ എവിടെയാണ്. നമ്മളങ്ങനെ പ്രാഗ് സിറ്റിയിലെത്തി. ചെറിയ തണുപ്പുള്ളത് കൊണ്ട് നമ്മൾ മ്യൂസിയം, ലെഗോ മ്യൂസിയം കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് ഒരു മെട്രോ എടുക്കണം, മെട്രോ ബി. അപ്പം നമ്മൾ ഇംഗ്ലീഷ് അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് നമ്മൾ വഴി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമ്മുടേതായ ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് എല്ലാ ഡയറക്ഷനിലും ഉണ്ട്. കറക്റ്റ് അത് ഫോളോ ചെയ്താൽ നമുക്ക് എത്താൻ പറ്റും. ഇവിടെ മാപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഈ സൈഡിലോട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ലിഗോലാൻഡ് പോകാനായിട്ട്. ലെഗോ മ്യൂസിയം 10 മണിക്കാണ് ഓപ്പണിങ്. അപ്പോൾ അതുവരെ ഒരു അരമണിക്കൂറുണ്ട്. അപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കി നടക്കാണ്. ഫുള്ള് മെട്രോ ആണ്, ബസ്സല്ല. ബസ്സിനേക്കാൾ കൂടുതൽ സിറ്റിയുടെ ഉള്ളിൽ മെട്രോ എന്ന് തോന്നുന്നു. നമ്മളിന്ന് ഫസ്റ്റ് ഡേ ആണ് സിറ്റിയിൽ. ഇവിടെ ഒരു ചെറിയ ഷോപ്പിംഗ് മാൾ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ കാണാൻ വന്നത്. പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കെ, എന്താ വർക്ക് നടക്കാൻ തോന്നുന്നു. പക്ഷെ ചെറുതായിട്ട് മഴ പൊടിയുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ കയറാം. അതിൽ DM ഉണ്ട്. നമ്മുടെ കുറച്ച് ഷോപ്പുകൾ ജർമ്മനിയിൽ തന്നെ ഉണ്ട്. അപ്പം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. 10 മണി കഴിഞ്ഞിട്ടാണ് നമുക്ക് ലെഗോലാൻഡ് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ യൂറോ എക്സ്ചേഞ്ച് ചെയ്യാം. നമ്മളൊരു 20 യൂറോ എക്സ്ചേഞ്ച് ചെയ്തു. കാരണം ലാറ്റിനും ടോയ്ലറ്റിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കോയിൻസ് ഇരിക്കും വേണം. നമ്മൾ ജസ്റ്റ് ഒരു 20 യൂറോ. ഒരു യൂറോ എത്രയാ? 24 KC. ആ, ഓക്കെ. അവരെ കറൻസി ഒന്ന് കാണിക്ക്, കോയിനും കാണിക്ക്. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത ബില്ലുണ്ട്. ഷോപ്പിംഗ് മാൾ സ്ട്രീറ്റിലൊക്കെ ഉണ്ട് എക്സ്ചേഞ്ചിനോ കമ്മീഷന്. DM ഇപ്പുറത്തെ സൈഡിലാന്ന് തോന്നുന്നു. നമ്മൾ അന്വേഷിച്ച് DM എവിടെയുണ്ട്. നമ്മൾ DMന്റെ ഉള്ളിൽ കയറി. അത് ഡോയിഷിൽ തന്നെ ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് വലിയ കുഴപ്പമില്ല, വായിക്കാം. ഇവിടെ ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് 1 യൂറോ അല്ലെങ്കിൽ 20 KC ആണ് വരുന്നത്. ഏറ്റവും ബെസ്റ്റ് KCയിൽ കൊടുക്കുകയാണ്. കാരണം 1 യൂറോ കൊടുത്ത 24 KC കിട്ടും. ഈ റൊട്ടേറ്റിംഗ് ഹെഡാണ് നമ്മൾ പുറത്ത് കണ്ടത്, പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ അവരത് ചെറിയ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലെഗോ മ്യൂസിയം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണുകയും ചെയ്യാം, ലെഗോയുടെ ബ്ലോക്സ് വേണമെങ്കിൽ മേടിക്കുകയും ചെയ്യാം. 10 മണി തൊട്ട് 8 മണി വരെയാണ് ഓപ്പൺ ചെയ്യണത്. എല്ലാം ലെഗോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം, എല്ലാം ലെഗോ വെച്ചുണ്ടാക്കിയതാണ്. അതിൻ്റെയൊക്കെ ചെറിയ വേർഷൻ ഇവിടെ ഉണ്ട്. വിൻഡ് മില്ല് വരെ ലെഗോ അല്ലേ.
അതൊരു റൊട്ടേറ്റ് ചെയ്യിക്കുണ്ടായിരുന്നു. ഇതെല്ലാതും കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം എല്ലാം ലെഗോന്റെ കുഞ്ഞ ബ്ലോക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലതിന്റെ പാർട്ട് നമ്പറും ഉണ്ട്. ടവർ ഓഫ് പിസ, ഇത് ബുർജ് ഖലീഫ. എത്ര പാർട്സ് ഉണ്ടെന്നുണ്ട്. പാർട്ട് നമ്പർ മാത്രമേ 345 പീസുകളുണ്ട് ടവർ ഓഫ് പിസ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ അതിന്റെ ബോക്സ് നമ്പറൊക്കെ ഉണ്ട്. ബെർലിൻ വാളും എല്ലാതും ഉണ്ട്. അങ്ങനെ കുറെ കാണാറുണ്ട്. വലിയ ഐഫിൽ ടവർ ഇവിടെ ഉണ്ട്. അതിന്റെ ബാക്കിൽ വരുന്ന വഴിക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ട്. പിന്നെ അവരുടെ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഉണ്ട്. ഇവിടെ നമ്മുടെ താജ്മഹൽ. ഞാൻ ആദ്യമായിട്ടേ കാണാം ലെഗോ വെച്ചുള്ള താജ്മഹൽ. സന്തോഷമായി. കാരണം നമ്മുടെ രാജ്യത്തെയല്ലോ. 14+ ആണ്. എത്ര പീസ്? 5922 പീസ് വെച്ചിട്ടാണ്. നല്ല ക്ഷമയുള്ള ആളുകൾക്ക് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ എൻട്രൻസ് കടന്നപ്പോൾ ചെറിയ മ്യൂസിയാന്ന് വിചാരിച്ചു. പക്ഷെ അത്യാവശ്യത്തിന് വലിപ്പമുണ്ടല്ലേ, കുട്ടികൾക്ക് നടന്ന് കാണാൻ. ലെഗോയുടെ ലോഗോസ് കണ്ട ഒരു ടൈമിലും ചേഞ്ച് ആയത്. ലാസ്റ്റത്തെ 1998 എത്ര വർഷമായില്ലേ. ഇവിടെ മേലെ കണ്ട കുറച്ച് ഡാർക്ക് കൂടെ കയറി വന്ന് സ്പേസ് റിലേറ്റഡ് ആയ ലെഗോയുടെ മോഡലുകളാണ്. സ്പേസ് ഷട്ടിലുണ്ട്, സ്പേസ് സ്റ്റേഷൻ. ചെറിയ റോബോട്ട് വരുന്നുണ്ട്. കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ട്. കുറെ ലെഗോ ബ്ലോക്സ് ഇട്ടിട്ട് ഇവിടെ ചാൾസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ട്. ഇവിടെ ലണ്ടൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ പ്ലേ ഏരിയ ആണ്. ഇവിടെ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ആരും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് മേടിക്കണമെങ്കിൽ ഇവിടെ ലെഗോയുടെ ഷോപ്പ് തന്നെയുണ്ട് എൻട്രൻസിൽ. അടുത്ത നമ്മൾ ഇവിടെ പോകണം മ്യൂസിയം ഓഫ് ഫാന്റാസ്റ്റിക് ഇല്യൂഷൻസ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എന്തൊക്കെയുള്ളതെന്ന്.